ജനതയോട് യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ ഊരാൻ വയ്യാത്ത ഒരു ഊരാ കുടുക്കിലേക്ക് അമേരിക്ക ധാർമ്മികമായി വീണിരിക്കുന്നു. ഒരു ലോകരാജ്യവും പൂർണ്ണമായി അമേരിക്കയുടെ ഈ അതിക്രമത്തെ അംഗീകരിക്കുന്നില്ല. ഇവിടെ സംയമനം പാലിക്കണമെന്ന് രണ്ടു ഭാഗത്തും സംയമനം പാലിക്കണമെന്ന് ലോകരാജ്യങ്ങൾ എന്തുകൊണ്ട് കുറച്ചുകൂടി ശക്തമായി അഭിപ്രായപ്പെടുന്നില്ല എന്ന ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടൻ നയതന്ത്ര പരിഹാരങ്ങൾ ഉണ്ടായില്ല എങ്കിൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ തോക്ക് കൈവശം വെച്ചിരിക്കുന്ന തന്റെ ചിത്രത്തോടൊപ്പം ഇനി മര്യാദക്കാരനായിരിക്കില്ല എന്നുകൂടി ട്രംപ് കുറിച്ചിട്ടുണ്ട്. മിസൈൽ സാങ്കേതികവിദ്യ, ഉപരോധങ്ങൾ എന്നിവ മാറ്റിവെച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ വെടിനിർത്തലിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശം ട്രംപ് തള്ളിക്കളഞ്ഞതുമാണ്. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു സമാധാന കരാർ അകന്നു നിൽക്കുകയും അമേരിക്ക വീണ്ടും സംഘർഷം രൂക്ഷമാക്കുകയും ചെയ്താൽ ഇതിന്റെ ഫലം വിനാശകരമാകില്ലേ? ഇറാൻ എത്രത്തോളം ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാലും ഇറാന്റെ നിലനിൽപ്പും അതിജീവനവും പോലും ഒരു ഭീഷണിയിലല്ലേ? ഇതിനകം 2 മാസത്തെ യുദ്ധത്തിൽ 3000-ൽ പരം സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭരണ സൈനിക തലങ്ങളിലെ നേതൃത്വം ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇനിയും സംഘർഷം നീണ്ടു തന്നെ പോയാൽ പിന്നെയും ആയിരങ്ങൾ മരിച്ചു വീഴുന്നത് ലോകം കാണേണ്ടി വരും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ കരുത്ത് സൈനിക ശേഷിയിലാണ് എന്ന് പറഞ്ഞാലും യുദ്ധം നീണ്ടുപോയാൽ ഇറാൻ തോൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുമോ? ആ യാഥാർത്ഥ്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടേ? തോൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇറാനുണ്ടാകുന്ന തിരിച്ചടിയുടെ ആഴമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആര് ജയിച്ചു ആര് തോറ്റു എന്നത് പൂർണ്ണമായി അപ്രസക്തമാകുന്ന രീതിയിലാണ് യുദ്ധം മുന്നോട്ട് പോയിരിക്കുന്നത്. ഇവിടെ തോൽവികളേ ഉള്ളൂ. തോറ്റത് ലോക സമൂഹമാണ്, തോറ്റത് അറബ് ലോകമാണ്, തോറ്റത് എണ്ണ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യങ്ങളാണ്. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളല്ല, മറിച്ച് എണ്ണ ഉപഭോഗ രാജ്യങ്ങളാണ്. ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള എണ്ണ ഡെഫിസിറ്റായ രാജ്യങ്ങളാണ് തോറ്റത്. ആത്യന്തികമായി തോറ്റത് അമേരിക്കയും ഇറാനും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിജയം അവകാശപ്പെടാനാവാത്ത ഒരു അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം ചില സമയത്ത് ദുർബുദ്ധി തോന്നും. ഇപ്പോൾ ഇതാ തങ്ങൾക്കതങ്ങ് ആക്രമിച്ച് കീഴടക്കി പിടിച്ചെടുത്ത് കൂടെ? ഓൺ പേപ്പർ സൈനിക ശക്തി ഉണ്ടല്ലോ അമേരിക്കയ്ക്ക്, നാവിക ശക്തി ഉണ്ടല്ലോ, വ്യോമശക്തി ഉണ്ടല്ലോ. ഓൺ പേപ്പർ മാത്രമാണ്, ബാറ്റിൽ ഫീൽഡിൽ അങ്ങനെ ആകണം എന്നില്ല. അപ്പോൾ പിന്നെയുള്ള മാർഗം എന്താണ്? പരമാവധി വമ്പ് പറച്ചിലൂടെ, ഭീഷണിപ്പെടുത്തലിലൂടെ മനസ്സിനെ ഒന്ന് ദുർബലപ്പെടുത്തി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് ഉപ്പിടിപ്പിച്ചിട്ട് അങ്ങ് പിന്മാറാം. ചെറിയ പ്രഹരമൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം ഉപ്പിടിപ്പിച്ചിട്ട് പിന്മാറാം. പക്ഷേ അങ്ങനെ തുടങ്ങിയൊരു യുദ്ധമാണ്. ഒന്ന് പേടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇറാൻ പെട്ടെന്ന് കീഴടങ്ങും. ആദ്യ ദിവസം തന്നെ അയത്തുള്ള അലി ഖുമൈനിയെയും കൂട്ടരെയും വധിക്കുമ്പോൾ ഉടനടി ഇറാൻ ആയുധം വെച്ച് കീഴടങ്ങും. പിന്നെ തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഉണ്ടാവുക. പിന്നെ ആ ഗവൺമെൻറ്റിനുമായിട്ട് ഞങ്ങളങ്ങോട്ട് കച്ചവടം നടത്തും. തങ്ങളുടെ സ്വാധീന വലയത്തിൽ ഇറാൻ വരുന്നു എന്ന് മനപ്പായസം കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഒക്കെ. പക്ഷെ കണക്ക് കൂട്ടൽ ആകെ തെറ്റി. ഇറാനിൽ 3000-ൽ പരം പേര് മരിച്ചു എന്നത് സത്യമാണ്. ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ചെറിയ ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. എനർജി ഇൻഫ്രാസ്ട്രക്ചർ, ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ, നഥാൻസ്, ഫർദോ, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇസ്ഫഹാനൊക്കെയുള്ള സ്ഥലങ്ങളിലേത് ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കി. ഇറാൻ ഒരുപക്ഷെ 10 പതിറ്റാണ്ടുകൾ എടുത്തെങ്കിൽ മാത്രമേ അതൊക്കെ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചു നിർത്താനാവൂ. അതുകൊണ്ട് ആണവ വിഷയമൊക്കെയാണ് പ്രശ്നമെങ്കിൽ ഇറാൻ ഉടനടി എങ്ങും ആണവായുധമൊന്നും ഉണ്ടാക്കി അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അറബ് രാജ്യങ്ങൾക്കോ എതിരെയൊന്നും ഉപയോഗിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. പിന്നെയും യുദ്ധം നീട്ടിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കുക എന്ന കലാപരിപാടിയായിരുന്നു പിന്നെ നടന്നത്. വലിയ പാലങ്ങൾ, അതുപോലെ പിന്നെ കെട്ടിടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഇസ്രായേൽ ഗാസയിൽ എന്ത് ചെയ്തോ അതിൻ്റെ ഒരു ലാർജർ പതിപ്പാണ്. ഗാസ ചെറിയൊരു പ്രദേശമാണ്, 368 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള സ്ഥലമാണ്. ഇറാൻ വലിയ രാജ്യമാണ്, ഇന്ത്യയുടെ പകുതി വലിപ്പമുള്ള ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ അത്രയും ജനസംഖ്യയില്ലാന്നേ ഉള്ളൂ, 9 കോടിയോളം ജനസംഖ്യ, അതും വലിയൊരു ജനസംഖ്യ തന്നെയാണ്. അത്രയും ഒരു രാജ്യത്തിന് നേരെ ഇൻഫ്രാസ്ട്രക്ചർ ഒരിക്കലും പൊങ്ങി വരാനാവാത്ത രീതിയിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജനതയോട് കാട്ടുന്ന ക്രൂരത ആയിരിക്കും. ഒരു സംസ്കാരത്തെ, അത് മാത്രമല്ല ട്രംപിൻ്റെ വായിൽ നിന്ന് അത് വന്നല്ലോ, അത് ചില സമയത്ത് സത്യം പുറത്ത് പറയുന്നത് അങ്ങനെയാണ്. ഒരു സംസ്കാരത്തെ തന്നെ
തങ്ങൾ നശിപ്പിക്കും. അപ്പോൾ എങ്ങനെ ഇത് പറയാനൊക്കെ? ഏറ്റവും സംസ്കാര സമ്പന്നരാണ് എന്ന് പറയുന്ന പാശ്ചാത്യ ലോകത്തെ അമേരിക്കയ്ക്ക് എങ്ങനെ പറയാനൊറ്റും മറ്റൊരു സംസ്കാരത്തെ തങ്ങൾ നശിപ്പിക്കുകയാണെന്ന്? അതെങ്ങനെ പറയാൻ സാധിക്കും? ഇറാൻ വലിയ അമേരിക്കയൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുൻപ്, അമേരിക്കൻ ഐക്യനാടുകൾ ഒക്കെ ഉണ്ടാകുന്നത് എത്രയോ ഏതാനും നൂറ്റാണ്ടുകൾ മാത്രമേ ആയുള്ളൂ. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വൻപൻ നാഗരികതയാണ് പേർഷ്യൻ സിവിലൈസേഷൻ. അത് പല രൂപത്തിൽ വന്നു. 1, 2, 3 വേവുകളായി പേർഷ്യൻ സിവിലൈസേഷൻ BC-യിലും AD-യിലുമായി ഉണ്ടായ പേർഷ്യൻ എത്രയോ മഹാന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നു. സൈറസ് ദ ഗ്രേറ്റ് ഉണ്ടായിരുന്നു, നെബുക്കദ്നസർ. അത് ബാബിലോണിയൻ രാജാവാണെങ്കിലും പേർഷ്യ എന്ന് പറയുന്ന ബാബിലോണും മെസപ്പൊട്ടേമിയയും അസീറിയയും എല്ലാം തുർക്കിയുടെ ഭാഗങ്ങൾ വരെ നീണ്ടു നിന്നു ചില സമയത്ത് പേർഷ്യൻ എംപയർ. അങ്ങ് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗം മുതൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ ഇറാൻ, ഇന്നത്തെ ഇറാഖ്, ഇന്നത്തെ സിറിയ, തുർക്കിയുടെ കിഴക്കൻ ഭാഗങ്ങൾ, അതുപോലെ ഈ ജോർദാൻ, ഈ ഭാഗങ്ങളെല്ലാം വന്നു. ഒരു കാലത്തെ പേർഷ്യൻ സിവിലൈസേഷൻ അങ്ങ് ഈജിപ്തിൻ്റെ അവിടം വരെ എത്തിയിരുന്നു. ഈജിപ്തിനെ പോലും പരാജയപ്പെടുത്തിയ ഒരു പണ്ട് BC-യിൽ പരാജയപ്പെടുത്തിയ ഒരു ഭൂതകാലമുണ്ട്, ഗതകാല പ്രതാപമുണ്ട് പേർഷ്യൻസിന്. ഇപ്പോൾ ആ പേർഷ്യ എന്ന് പറയുന്നത് ഇറാൻ എന്ന രാജ്യത്തേക്ക് മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. അതും പൂർണ്ണമായി പേർഷ്യ എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഇറാൻ, ലാൻഡ് ഓഫ് ആര്യൻസ് എന്ന രീതിയിൽ ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ വിഭാഗങ്ങളെയും, വംശീയമായ വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ ഒരു വൈവിധ്യത്തെ നശിപ്പിക്കുക, സംസ്കാരത്തെ നശിപ്പിക്കുക, ശിലായുഗത്തിലേക്ക് ഇറാനെ പറഞ്ഞു വിടുക. ഒന്ന് ഓർക്കൂ, അമേരിക്ക ശിലായുഗത്തിൽ കിടന്ന സമയം ഒരുപക്ഷെ റെഡ് ഇന്ത്യൻ സിവിലൈസേഷൻ ഉണ്ട്, അതൊക്കെ ലേറ്റർ സിവിലൈസേഷനാണ്. റെഡ് ഇന്ത്യൻസിൻ്റെയൊക്കെ ഇൻകാസ്, ആസ്ടെക് അല്ലെങ്കിൽ മായൻ സിവിലൈസേഷനൊക്കെ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗത്തൊന്നുമല്ല, കുറച്ചുകൂടെ തെക്ക് ഭൂമധ്യരേഖയോട് അടുപ്പിച്ചുള്ള ഭാഗത്താണ്. മെക്സിക്കോ, തെക്കോട്ടുള്ള ഭാഗം, പെറു, ഇവിടെയൊക്കെയാണ്. പക്ഷേ അമേരിക്കയിൽ ഉണ്ടെന്ന് തന്നെ സമ്മതിച്ചാൽ തന്നെ അതിനേക്കാൾ എത്രയോ ചരിത്രം പേറുന്ന സിവിലൈസേഷനാണ് ഇറാൻ്റേത്. അത് നശിപ്പിക്കാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കണം, ചരിത്രത്തോട് നീതി പുലർത്തുന്നില്ല. ഒരു ഭരണകൂടത്തോട് മാത്രമാണ് യുദ്ധം. ഒരു ജനതയോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അത് ന്യായമല്ല എന്ന് 100 വട്ടം പറയാൻ കഴിയും. ഇറാൻ്റെ ഭരണകൂടത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ഭരണകൂടം അടിച്ചമർത്തൽ നടത്തിയിട്ടുണ്ട്. ഒന്നും വെള്ളപൂശാനോ ന്യായീകരിക്കാനോ ഞാൻ തയ്യാറല്ല. അതാണ് ചരിത്രബോധം. പക്ഷേ ജനതയോട് യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ ഊരാൻ വയ്യാത്ത ഒരു കുടുക്കിലേക്ക് അമേരിക്ക ധാർമ്മികമായി വീണിരിക്കുന്നു. ഒരു ലോകരാജ്യവും പൂർണ്ണമായി അമേരിക്കയുടെ ഈ അതിക്രമത്തെ അംഗീകരിക്കുന്നില്ല. ഇവിടെ സംയമനം പാലിക്കണമെന്ന്, 2 ഭാഗത്തും സംയമനം പാലിക്കണമെന്ന് ലോകരാജ്യങ്ങൾ എന്തുകൊണ്ട് കുറച്ചുകൂടി ശക്തമായി അഭിപ്രായപ്പെടുന്നില്ല എന്ന ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ യുദ്ധം വിജയില്ലാത്ത യുദ്ധം. ഇനി ഒപ്പിട്ട് അത് സമനിലയിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞാലും 2 ഭാഗത്തും പരാജയമാണ്. ഇറാന് വലിയ ആൾനഷ്ടം, ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടം, ധനനഷ്ടം, ഇറാൻ്റെ ഓയിൽ കെട്ടിക്കിടന്നതുകൊണ്ടുണ്ടായ നഷ്ടം. ഇനിയിപ്പം ഉപരോധം ഒരു ഗുണം മാത്രമേ ഉള്ളൂ. അമേരിക്ക ദീർഘമായ കാലത്ത് ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിച്ചാൽ ഇറാൻ ഈസ് എ റിച്ച് കൺട്രി, റിച്ച് ഇൻ റിസോഴ്സസ്. ഈ റിസോഴ്സസ്, എണ്ണ എന്ന റിസോഴ്സ്, ക്രൂഡ് ഓയിൽ എന്ന റിസോഴ്സ് മതിയാകും. അത് സുഗമമായി വിപണികളിലെത്തിക്കാൻ, ഗ്ലോബൽ മാർക്കറ്റിലെത്തിക്കാൻ കഴിഞ്ഞാൽ ഏതാനും വർഷം കൊണ്ട് ഇറാൻ ക്യാൻ ബൗൺസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അത് സാധിക്കും, സാധിക്കാതിരിക്കുന്നതല്ല. അതുകൊണ്ട് യുദ്ധം നഷ്ടക്കച്ചവടമായി, എല്ലാവർക്കും നഷ്ടക്കച്ചവടമായി. അപ്പം അമേരിക്കയും ഇസ്രായേലും മാത്രം വിചാരിച്ചാൽ പൂർണ്ണമായി ഇറാനുമേൽ വിജയം നേടാനാവില്ല, സൈനികമായി പരിഹാരം ഉണ്ടാവില്ല എന്ന് വീണ്ടും 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 തെളിയുകയാണ്. നയതന്ത്രത്തിനൊരു അവസരം കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീണ്ടും സൈനികമായി അങ്ങ് ജയിച്ചു വരാൻ കഴിഞ്ഞാലോ? അപ്പം ഒരു വശത്ത് സൈനിക ചിന്തകൾ, ഒരു വശത്ത്, മറുവശത്ത് നയതന്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഇരട്ടത്താപ്പ് മാറ്റിവെച്ചിട്ട് ഇറാനും അമേരിക്കയും ഇരട്ടത്താപ്പ് മാറ്റിവെച്ചിട്ട് നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വന്ന് സമാധാനപരമായി ചർച്ച ചെയ്ത് എല്ലാ ഉപരോധങ്ങളും, പരസ്പരമുള്ള ഉപരോധങ്ങൾ മാറ്റുക, പരസ്പരമുള്ള ആക്രോശങ്ങൾ ഒഴിവാക്കുക. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയേണ്ട കാര്യമില്ല. ഇറാന്, അവരൊക്കെ രാജ്യങ്ങളാണ്, അവർക്കൊക്കെ നിലനിൽക്കാൻ കഴിയണം. ഡെത്ത് ടു ഇറാൻ എന്ന് പറയേണ്ട കാര്യമില്ല അമേരിക്കയ്ക്കും. ഇത് രണ്ടും തെറ്റാണ്. തെറ്റ് തന്നെ അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ യുദ്ധ വെറി, യുദ്ധ കൊതി, അല്ലെ ജിങ്കോയിസം, വിടുവാ പറച്ചിൽ, ഇതൊക്കെ എന്ത് നേടിത്തന്നു എന്ന് നോക്കിയാൽ ലോകത്തിന് നഷ്ടമേ ഉള്ളൂ. കോടാനുകോടി കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റാൻ അമേരിക്ക ഇതുവരെ ചെലവഴിച്ച, ഇറാൻ ഇതുവരെ ചെലവഴിച്ച തുക മതി. അല്ലെങ്കിൽ ഹോർമുസ് ഉപരോധം കൊണ്ട് നഷ്ടപ്പെട്ട ആ ഒരു തുക, അത് വ്യാപാര നഷ്ടത്തിലുണ്ടായ, എണ്ണ കെട്ടിക്കിടക്കുന്നതിലുണ്ടായ ആ നഷ്ടം മാത്രം മതി ഏതാനും മാസങ്ങളിലേക്ക് ലോകത്തിൻ്റെ പട്ടിണി മാറ്റാൻ. ആ തുക മതിയാകുമായിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ചുകൂടെ വിവരം, കുറച്ചുകൂടി സ്ഥിരബുദ്ധി ഈ ഡിസിഷൻ മേക്കേഴ്സിന്, 2 പക്ഷത്തുമുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയയിലുള്ളവർക്ക് തോന്നുമെന്ന് പ്രതീക്ഷിക്കാം.